ജെഇ മെയിൻസ് ഷിഫ്റ്റ് 1 ഫെബ്രുവരി 1 ഷിഫ്റ്റിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ നമ്പർ 30 എന്ന് പറയുന്നത് 1 ഡയമെൻഷണൽ മോഷൻ്റെ ബേസിൽ ചോദിച്ച വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ചോദ്യം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ശ്രദ്ധിച്ച് നോക്കണം. എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ 1 ഡയമെൻഷൻ along x-axis under the action of a variable force. Its initial position was 16 meter right of the origin. The variation of its position with the time t is given us. Okay, അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. The velocity of particle when its acceleration becomes 0 എന്നാണ്. അവിടെ എക്സിന് സമയത്തിനനുസരിച്ച് മാറുന്നൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എക്സ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ശരിക്കും ഈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ പോരെ എന്ന് പറയുമ്പം -3 × t³ ആണ്. അപ്പോൾ 3t² എന്ന് വരും, പ്ലസ് 18 × 2t എന്ന് വരും, പ്ലസ് 16 എന്ന് വരും. അപ്പോൾ എനിക്ക് വെലോസിറ്റി എഴുതാം -9t² പ്ലസ് 36t എന്ന് വരും. 36t പ്ലസ് 16 എന്ന് വരും. അത് വെലോസിറ്റി. ഇനി ആക്സിലറേഷൻ എഴുതാൻ പോകണം. ഈ വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് ആണ്. അപ്പം -18t പ്ലസ് 36 എന്ന് വരും. ഇത് 0 ആകുമ്പോഴുള്ള വെലോസിറ്റി വാല്യൂ ആണ് ചോദ്യം. അപ്പോൾ 18t = 36 അല്ലെങ്കിൽ t = 2 സെക്കൻഡ് എന്ന് കിട്ടും. ഇവിടെ tക്ക് 2 സെക്കൻഡ് കിട്ടാലും -9 × 4 പ്ലസ് 36 × 2 പ്ലസ് 16 എന്ന് വരും. ഇവിടെ എനിക്ക് 36 പ്ലസ് 16 എന്ന് വരും. 52 മീറ്റർ/സെക്കൻഡ് ആണ് കറക്റ്റ് ആൻസർ. താങ്ക് യു സോ മച്ച്. ക്വസ്റ്റ്യൻസൊക്കെ നല്ല രീതിയിൽ ചെയ്ത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.